പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികളിലേക്ക് കടന്നാൽ ആദ്യമായി കാണാനുള്ളത് ഒരൊറ്റയാൾ നാടകമാണ്. അമേരിക്കയിലേക്ക് വരുന്നവർക്ക് വരാം, പോർച്ചുഗീസിലേക്ക് വരുന്നവർക്ക് വരാം, ഏതോ ബസ് സ്റ്റാൻഡുകളിലും ഭൂമിശാസ്ത്രങ്ങളും തേടി ഗതിയില്ലാതെ ബസ് സ്റ്റാൻഡുകൾ തേടി എന്റെ നാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം, അടുത്ത നാടിനെ കുറിച്ച് അതിനേക്കാൾ അഭിമാനം. എന്നിട്ടും എന്നോട് ചോദിക്കുന്നു, നീ ആരെ? കൊട്ടി ഉറക്കല്ലേ? ഞാൻ ഉണർന്നിരുന്നില്ലെങ്കിൽ നിന്നെ കെടുത്തും ഈ വിളക്ക്. ജാബിറിന്റെ ഷിവാസ് ബസ്സിൽ ഞാൻ പോർച്ചുഗലിലേക്ക് നാളെ യാത്ര ജാബിർ പാസ്പോർട്ടിൽ വെച്ചോ, പാകിസ്ഥാൻ വരെ പോകാൻ പറ്റിയാൽ അമേരിക്കയിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നവരൊക്കെ കൈവക്കോ. ഭാരതം എന്റെ നാട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് എനിക്ക് കിട്ടിയ ചാപ്പ. അങ്ങനെ ഇത് ഉദ്ഘോഷിച്ച് നാടിനെ മറന്നുപോയി ഭരിച്ചവരും കൂടെ നിന്നവരും ആസ്വദിച്ചവരും. ഒരു കോമാളിയായി ജീവിക്കുക, ഒരു കോമാളിയായി പൊളിക്കുക. വിപ്ലവം വരുന്ന വഴിയെ വരട്ടെ. മനുഷ്യനെ സ്നേഹിക്കുക. ഇത് വെറും തെരുവ് നാടകമല്ല, ഒരു പ്രതിഷേധമാണ്. ഇത് പ്രതിഷേധമല്ല, എൻ്റെ ഒരു പ്രതിരോധമാണ്. ഞാനൊരു ആക്ടറാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എനിക്ക് തണുപ്പ് കൂടുമ്പോൾ ഞാനൊരു പുതപ്പെടുത്ത് മൂടും, ചൂട് കൂടുമ്പോൾ ഞാൻ ഫാനിടും, അല്ലെങ്കിൽ കാറ്റുള്ള സ്ഥലത്ത് പോയി. എന്നെ പാകിസ്ഥാനിലേക്കും പിന്നെ എൻ്റെ പേരിൻ്റെ പേരിൽ ഗുജറാത്തിലേക്കും മറ്റേ രാജ്യം കടത്തിക്കളയാമെന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ രാജ്യം പോകുന്നത് മഹാഭാരതം എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അതിനൊരു മഹാഭാരതത്തിൻ്റെ ഒരു അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാതെ പോകുന്ന കുറേ മനുഷ്യരുടെ ഇടയിലാണല്ലോ നമ്മളിപ്പോൾ എത്തിപ്പെടേണ്ടി വരുന്നതെന്നുള്ള എൻ്റെ ഒരു പ്രതിഷേധമാണ്. ഈ പ്രതിരോധത്തിൽ അലൻസിയർ എന്ന നടൻ എങ്ങനെ ഒറ്റക്കായി എന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കറിയാം, സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. കമലിനെ പോലുള്ള ഒരു സംവിധായകനെതിരെ ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ചില ആൾക്കാർ നിലവിളിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും, ഒരുപക്ഷെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും അവരുടെ വളരെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പോലുമല്ല, തിരുവനന്തപുരത്തുകാരനാണ് ശ്രീ അലൻസിയർ. അദ്ദേഹം സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിനായിട്ട് കാസർഗോഡ് എത്തിയതാണ്. കാസർഗോഡ് എവിടെയെങ്കിലും തന്റെ പ്രതിഷേധം, തന്റെ പ്രതിരോധം രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീ അലൻസിയർ ഇങ്ങനെ ഒരു പ്രതിരോധ നാടകവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതേ സമയത്ത് കൊടുങ്ങല്ലൂരിൽ എന്ന് വെച്ചാൽ കമലിന്റെ ജന്മനാട്ടിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മയുണ്ടായിരുന്നു. സാംസ്കാരിക നായകന്മാർ അതിൽ അണിനിരക്കുകയും ചെയ്തു. പക്ഷേ റീമയല്ലാതെ മറ്റു താരങ്ങളെയൊന്നും അതിൽ കണ്ടില്ല. ഞാനിവിടെ ഇന്ന് നിൽക്കുന്നതിന്റെ ഒരു കാരണം, നമുക്ക് ഇവിടെയുള്ള സ്വാതന്ത്ര്യം ഈ പോയ യാത്ര ചെയ്ത രാജ്യങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇവിടെ നമ്മുടെ മിമിക്രിക്കാർക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ കളിയാക്കാം, നമ്മളുടെ മുഖ്യമന്ത്രിമാരെ കളിയാക്കാം, നമ്മളുടെ മന്ത്രിമാരെ കളിയാക്കാം, രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കാം, ആരെ വേണമെങ്കിലും വിമർശിക്കാനും ക്രിയേറ്റീവായിട്ട് പരിഹസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും എന്ന് പറയണ്ട, ഈ കേരളത്തിന്റെ അതിർത്തി വിട്ടിട്ട് തമിഴ്നാട്ടില് ജയലളിതയെ, ഇപ്പൊ ശശികലയെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ തമാശയിലൂടെയെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ വിവരം. കേരളം മാത്രമാണ് ലോകത്ത് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയാനുള്ള പറ്റുന്ന സ്ഥലം. ഇടവേള കഴിഞ്ഞു വന്നാലും ആ സ്വാതന്ത്ര്യമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഒരു ഇടവേളയിലേക്ക് കടക്കും. നമ്മുടെ നടന്മാരും അവർക്കിടയിലെ താരങ്ങളും ആക്ടിവിസത്തിലേക്ക് കടക്കാതെ ഒതുങ്ങി ജീവിക്കുന്നവരായതുകൊണ്ടായിരിക്കാം കൊടുങ്ങല്ലൂർ കൂട്ടായ്മയിൽ കാണാതിരുന്നത്. മുമ്പ് ഞാൻ കരുതിയിരുന്ന ഒതുങ്ങി ജീവിക്കുന്ന ആളുകൾ സേഫാണല്ലോ, വലുതായിട്ട് വർത്തമാനത്തിന് പോവാതിരിക്കുകയും സ്വന്തം വീട്ടിൽ ഒതുങ്ങി സ്വന്തം പണി നോക്കി ഒതുങ്ങിയിരുന്നാൽ വലിയ പ്രശ്നമില്ല, വളരെ സോഫ്റ്റായിട്ടൊക്കെ ഇരുന്നാൽ വലിയ പ്രതികരണങ്ങൾക്കൊന്നും പോവാതെ ഒതുങ്ങി ജീവിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ. അവര് തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യം, കമൽ സാറിനെ കുറിച്ച് ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കമൽ സാറിനെ പോലെ ഒരാൾക്ക്, MT വാസുദേവൻ നായരെ പോലെ ഒരാൾക്ക് ഇവിടെ രക്ഷയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് രക്ഷ? കമലിനെ പോലെ ഒരാളോട് രാജ്യം വിട്ടു പോകാനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അറിയിപ്പ് എല്ലാവർക്കും ലഭിക്കുകയാണെങ്കിൽ ഓരോരുത്തരും എങ്ങോട്ട് പോകും? അദ്ദേഹത്തെ പോലെ ആൾക്കെതിരെ ഒരാളോട് പാകിസ്ഥാനിലേക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്കാ പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ലേ. നമ്മൾ ഇസ്രായേലിലേക്ക്, കാരണം കർപ്പടവ് ജനിച്ചത് ഇസ്രായേലിലായതുകൊണ്ട് ചിലപ്പോൾ അവിടേക്കായിരിക്കും പോകേണ്ടി വരിക. അങ്ങനെ ഇപ്പോൾ എല്ലാവരോടും പോകാൻ പറയുമോ? അതൊന്നും കേരളത്തിലുണ്ടാകില്ല എന്നാണ് പൊളിമിക്സ് വിചാരിക്കുന്നത്. അപ്പൊ കൽബുർഗി അവിടെ വെടിയേറ്റ് മരിച്ചാലും പൻസാര കൊല്ലപ്പെട്ടാലും നമ്മള് അത് കേരളത്തിനെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് എല്ലാ വിഡ്ഢികളെ പോലെ ഞാനും വിചാരിച്ചത്. ഇത് കമൽ സാറിന്റെ നെഞ്ചത്തേക്ക് സാധനം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നെഞ്ചത്തേക്ക് വരാൻ അധികം ദൂരമില്ല, തൊട്ടടുത്താണ്. കാര്യം എന്താണെന്ന് ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു കഥ കേൾക്കൂ, അപ്പോൾ മനസ്സിലാകൂ. അല്ലെങ്കിലും ലാൽ നന്നായി കഥ പറയുന്ന കൂട്ടത്തിലാണല്ലോ. ചെറുപ്പത്തിൽ വായിച്ച ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. എന്റെ ചെറുപ്പത്തിൽ അത് പാഠപുസ്തകത്തിലുണ്ടായിരുന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ഒരാട്ടിൻകുട്ടി ഒരു വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മുകളിൽ നിൽക്കുന്ന ചെന്നായ പറഞ്ഞു, നീ എന്റെ വെള്ളം കലക്കി, നീ വെള്ളം കലക്കി, എന്റെ കുടിവെള്ളം കലക്കി എന്ന് പറഞ്ഞപ്പോ ആട്ടിൻകുട്ടി വളരെ ദയനീയമായി ചോദിച്ചു, ഞാനിവിടെ താഴെ നിന്നല്ലേ വെള്ളം കുടിക്കുന്നത്, വെള്ളം താഴോട്ടല്ലേ ഒഴുകുന്നത്, താങ്കൾ മുകളിൽ നിന്നല്ലേ വെള്ളം കുടിക്കുന്നത്, എങ്ങനെയാ വെള്ളം കലങ്ങുക? അപ്പൊ ചെന്നായ പറഞ്ഞു, നീ കലക്കിയില്ലെങ്കിൽ നിന്റെ മുത്തശ്ശൻ കലക്കിയിട്ടുണ്ടാവും, ഞാൻ നിന്നെ തിന്നും. അപ്പൊ തിന്നാൻ തീരുമാനിച്ചാൽ കാരണങ്ങൾ തനിയെ ഉണ്ടായിക്കോളും. അതുകൊണ്ട് കാരണം ഉണ്ടാക്കിയില്ല എന്നുള്ളത് രക്ഷപ്പെടാനുള്ള സേഫ് ആണെന്നുള്ള ധാരണ ആർക്കും ഉണ്ടാവേണ്ട. ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ആൾക്കൂട്ടം പിരിഞ്ഞ് വേദി ഒഴിഞ്ഞപ്പോൾ അവരെത്തി, ചാണകവെള്ളവുമായി അവരെത്തി. ചാണകക്കുഴിയിൽ ഇറങ്ങി നിന്ന് തെറി പറയുന്നവരെ നിലക്ക് നിർത്താൻ ചാണകക്കുഴിയിൽ ഇറങ്ങുകയേ നിവർത്തിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അത് രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നതും ഇതിനിടയിൽ കണ്ടു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ഒരു BJP നേതാവ് പ്രസംഗിച്ച വേദിയിൽ DYFIക്കാരും ചാണകം തളിച്ചു. ഏതോ ഒരു രാധാകൃഷ്ണൻ, ആ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന തമ്മാടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിന്റെ മണ്ണ് പ്രബുദ്ധമായ മണ്ണാണ്. ഈ നാട് ഇന്നലകളുടെ പാരമ്പര്യമുള്ള മണ്ണാണ്. കയ്യൂരിന്റെയും കരുവള്ളൂരിന്റെയും കാവുമ്പായുടെ ഉൾപ്പെടെയുള്ള ചാജ്വലമാനമായ സമരങ്ങൾ നടന്നിട്ടുള്ള മണ്ണാണ്. ഏതോ ഒരു രാധാകൃഷ്ണനല്ല, AN രാധാകൃഷ്ണൻ. അദ്ദേഹം BJPയുടെ വടക്കൻ മേഖലാ ജാഥ നയിച്ച് അവിടെ എത്തിയിട്ടുണ്ട്, അപ്പറഞ്ഞ മണ്ണിൽ. കേരളത്തിൽ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ചെഗുവേരയുടെ പ്രേതം പിടിപെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ചഗ്വേരയുടെ ഫോട്ടോ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും എടുത്തു മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഒരാളുടെയും ബോർഡുകൾ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, ആരുടെയും ബോർഡ് എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വലിയ ആശയപ്രചരണത്തിന് വേദി തുറക്കാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട DYFIക്കാർ ഉൾപ്പെടെയുള്ള പുതിയ യുവാക്കൾ അവരുടെ ദേശീയ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ആശയ സംവാദത്തിന് തിരികൊളുത്തും. അതിനടിസ്ഥാനത്തിൽ തന്നെ ഇതേ DYFIക്കാരൻ തന്നെ അതിലെടുത്തു മാറ്റും എന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. തീർച്ചയായാലും അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സ് മാറാനുള്ള സാഹചര്യമുണ്ടാകും. അത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നല്ല സൗഹൃദത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അത് തരക്കേടില്ല. ചാണകവെള്ളം തെളിച്ചും മന്ത്രവാദം നടത്തിയും ചെഗുവേരയുടെ ബാധയൊഴിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സ് നന്നാക്കാനാണ് പരിപാടി. പക്ഷേ ചെഗുവേര വല്ലാത്തൊരു മൂർത്തിയല്ലേ, അത് അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമോ? ആ ചെഗുവേര ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വീകാര്യമല്ലായിരുന്നു. സഖാവ് നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ഉൾപ്പെടെ വളരെ പരസ്യമായി തന്നെ പലപ്പോഴും അതിന് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ ആ സമയത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ കേളുവട്ടനാണ്. ദേവഗിരി കോളേജിലെ SFI യൂണിറ്റ് ചഗ്വേരയുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആ കോളേജ് യൂണിറ്റ് പിരിച്ചുവിടുകയുണ്ടായി. അതിന് മറുപടി പറയാൻ സഖാക്കൾ നയനാരും കേളുവേട്ടനും തിരിച്ചു വരണം, അല്ലെങ്കിൽ CPM പറയണം. അതുപോട്ടെ, കമലിനെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയുന്നു? കമൽ എന്ന് പറയുന്നത് നല്ല സംഭവമല്ലേ, കേരളത്തിൻ്റെ ചിഹ്നം, BJPയുടെ ചിഹ്നമല്ലേ താമര. കമൽ എന്ന് പറഞ്ഞാൽ BJPയുടെ ചിഹ്നമാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് പിന്നീട് പറയാം. അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തതയുണ്ട്. നിങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഇതിൻ്റെ ഇന്നത്തെ ഈ ജാഥ അവസാനിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. എന്നാൽ പോട്ടെ, വേറൊരു ചോദ്യമുണ്ട്. റിസർവ് ബാങ്ക് ഗവർണറെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടോ? ഇല്ല, ഗവർണർ വന്നിട്ടില്ല. ചുമ്മാ ചില പത്രത്തിൽ ഞാൻ വായിച്ചു. ആ പത്രമില്ല വായിക്കുന്നത്. പാകിസ്ഥാൻ, അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആരാ പറഞ്ഞു? ഏത് ഏത് നേതാവ് പറഞ്ഞു? എനിക്കറിയില്ല. ഈ പാകിസ്ഥാനത്തെ പ്രത്യേകത ലോകത്തിൽ പാകിസ്ഥാൻ മാത്രമുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആര് രാജ്യം വേണം? നിങ്ങൾക്ക് ആർക്കും വിസ എടുത്തോടെയും പോകാമല്ലോ, കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് പോകണം, വിസ കിട്ടുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആവശ്യമില്ലാത്തവർ ഇപ്പോൾ ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി വ്യക്തതയോടുകൂടി നിങ്ങളോട് സംസാരിച്ചു. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. എന്നെ ജാഥയ്ക്ക് ശേഷം പറയാം. ഞാൻ ഈ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, ഈ കൊടുക്കുന്ന മെസ്സേജ് ജനങ്ങൾ പാവപ്പെട്ടവരറിയണ്ട. നിങ്ങൾ പാവപ്പെട്ടവർ കൂടെയല്ലേ? അരി കിട്ടാത്ത പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുമ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങാന്ന് എഴുതിയിരുന്ന കാര്യം, പാവപ്പെട്ടവന് അരി കിട്ടണ്ടേ? റേഷൻ കിട്ടട്ടെ, റേഷൻ കിട്ടട്ടെ. പരിപാടി ആരംഭിച്ചതിന് ശേഷം, ഈ മാർച്ച് തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഒരുപക്ഷെ അതായിരിക്കും. അതിൽ എനിക്ക് വളരെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്ക് സന്തോഷമുണ്ട്. എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളകി നിൽക്കാൻ പറ്റും. ഞാനൊരു BJPക്കാരനല്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളകി നിൽക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ജാഥയുടെ ഞങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അരിയുടെ വിഷയമാണ്, റേഷനിങ്ങിൻ്റെ വിഷയമാണ്. ഞാൻ കോഴിക്കോട് പത്രസമ്മേളനത്തിനകത്ത് ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് വിഷയം. ഞാൻ പത്രസമ്മേളനത്തിനകത്ത് 100% ഈ വിഷയത്തെ ആസ്പദമാക്കിയ പത്രസമ്മേളനമാണ്. വരികളുടെ ഇടയിലൂടെ പോയി അത് പർവ്വതീകരിച്ച് കമ്മ്യൂണിസ്റ്റുകാരന് രക്ഷയില്ല. കാരണം MABക്കുന്ന വഴിയിൽ നടക്കാൻ വയ്യ. കാരണം ആളുകളുടെ അന്നം മുടക്കി വരുമ്പോൾ ഇപ്പോൾ ഒരു തുരുപ്പ് ഷീറ്റ് കിട്ടിയ പോലെ ഇറങ്ങുക. ഞാൻ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന അരിയുടെ പ്രശ്നമാണ്. പക്ഷേ വരികൾക്കിടയിലൂടെ പോയി പർവ്വതീകരിച്ചതാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീർച്ച വരണമല്ലോ. കോഴിക്കോട്ട് പറഞ്ഞ വരികൾ ഇതാണ്. ഇപ്പോൾ കേരളത്തിലെ ഈ എഴുത്തുകാർ, ഇപ്പോൾ കമൽ എന്ന് പറയുന്ന ആരാ? എനിക്ക് തോന്നുന്നു SDP അതുപോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കാരണം കമൽ പിണറായി വിജയൻ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടിയത്.
കമലിൻ്റെ ബോർഡ് ചെയർമാൻ്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. ഇതൊന്നും വരികൾക്കിടയിൽ നിന്ന് പരതിയെടുത്തതല്ലല്ലോ, വരിവരിയായി പറഞ്ഞു പോവുകയല്ലേ. ജീവിക്കാൻ കഴിയില്ല, രാജ്യം വിട്ടു പോകേണ്ടവരാണ്. കാരണം നമ്മുടെ ദേശീയ മാനബന്ധുക്കളെയും നമ്മുടെ ദേശാഭിമാന പ്രചോദിതമായ രീതിയിൽ ഈ ഭാരതത്തെ കാക്കുന്നതിന് നമ്മുടെ അതിർത്തി കാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് പട്ടാളക്കാർ ജീവൻ കയ്യിൽ വെച്ച് നിൽക്കുന്ന നാടാണിത്. ആ രാജ്യത്ത് ഭാരതത്തിൻ്റെ പരമോന്നതമായ സുപ്രീം കോടതി ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് വേറെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞല്ലോ. അതിനെതിരെ കമലിൻ്റെ നിലപാട് എന്താണ്? അപ്പോൾ സംശയം കമലിന് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ള വരെ സംശയം. എന്തിനാണ് ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാക്കുന്നത്? അതാണ് കോഴിക്കോട്ട് പറഞ്ഞത്. അത് വരികൾക്കിടയിൽ പറഞ്ഞതല്ല, പറഞ്ഞ വരികൾ തന്നെയാണ്. എനിക്ക് കൃത്യമായ വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനും നിങ്ങളോട് ചർച്ച ചെയ്യാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കേണ്ട, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മോദിജിയുടെ രീതി തന്നെയാണ് എല്ലാ BJP നേതാക്കൾക്കും. മൻ കി ബാത്താണ് ഒരു റേഡിയോ പ്രോഗ്രാം. അവരിങ്ങോട്ട് പറയും, അങ്ങോട്ടൊന്നും ചോദിക്കരുത്. ഇത് ബോധ്യമായ സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഇവരോട് കിടപിടിക്കുന്ന ഒരാളെ. മോദിജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കെതിരെ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇവിടുത്തെ സമരപരിപാടികൾ കാണുമ്പോൾ ചിരി വരാറുണ്ട്. കേരളത്തിൽ തൊടൽ കെട്ടിയതുകൊണ്ട് മോദി അറിയുന്നുണ്ട്. വില്ലേജ് ഓഫീസിന് മുമ്പ് സത്യാഗ്രഹം ഇരുന്നാൽ മോദി അറിയും, ഇന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങേർക്ക് ഇതുവല്ലോ പ്രശ്നമാണ്. കേരളത്തിൽ എന്ത് നടന്നാലും കേരളത്തിലെ സമരവും ആയി മോദിക്കൊരു ബന്ധമില്ല. മോദി അറിയണം സമരം എന്ന് നിർബന്ധമുണ്ട്. ആ ഒരു സമരം ആവിഷ്കരിച്ചേ മതിയാവും. അതിന് എന്താണാവോ ആവിഷ്കരിക്കാൻ പോകുന്നത്? മനുഷ്യക്കോട്ടയോ മറ്റോ ആണോ? ഈ 17-ാം തീയതി മോദിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയട്ടെ, കറൻസി ആന്തോളൻ സമരം നടത്തുകയാണ്. ഈ 17-ാം തീയതി ചൊവ്വാഴ്ച എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരെയും സമരത്തേക്ക് സ്വാഗതം ചെയ്യുക. അല്ല, അതൊരു കടന്ന കൈയല്ലേ? ട്രെയിൻ തടഞ്ഞാൽ യാത്രക്കാർ പെരുവഴിയിലാവില്ലേ? ആ സമരത്തിൻ്റെ പേരിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ 17-ാം തീയതിയുള്ള റെയിൽവേ യാത്ര നമ്മുടെ ആളുകൾ ഒന്ന് വേണ്ടെന്ന് വെക്കണമെന്ന് അഭ്യർത്ഥിക്കാനും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിപ്പോ PC അഭ്യർത്ഥിച്ചാൽ ആളുകൾ യാത്രയല്ല എന്തു വേണമെങ്കിലും മാറ്റിവെക്കും. അതിൽ പൊളിമിക്സിന് തർക്കമില്ല. പക്ഷേ PC-ക്ക് മോദിജിയുമായി എന്താണ് തർക്കം? അത് പറഞ്ഞില്ലല്ലോ. എൻ്റെ തർക്കം 500,000 നോട്ടുകൾ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കറൻസി പ്രശ്നമില്ല. അതെന്താ?
ഈ കേരളത്തിൽ മാത്രം ഇതിങ്ങനെ? ഇവിടെ 500 1000 ഇല്ലെന്നല്ല, 2000 അല്ല, അതൊന്നും കിട്ടാനില്ല. 500-ൻ്റെ കുറച്ച് നോട്ട് കിട്ടി, 500 പോലും കിട്ടാത്ത ഒരു സാധനമാണ്. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ നോട്ടിന് ഒരു തർക്കവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ മോദി കേരളത്തിലെ ജനങ്ങളോട് വൈരാഗ്യം തീർക്കുകയാണ്. മോഡിയുടെ ഈ വൈരാഗ്യം തീർക്കലിനെ പ്രതിഷേധിച്ചേ മതിയാവും. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് മോദി ഒന്ന് അറിയണം. അത് ശരി, ഇതിൻ്റെ പേരിൽ കേരള വികാരം ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണല്ലേ? ഈ കേരള കോൺഗ്രസ് വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം കള്ളന്മാരുടെ കൊള്ള സംഘമാണ്. ഞാൻ അതിൽ നിന്ന് മോചിപ്പിച്ച് 2 കൊല്ലമായിട്ടൊന്നും ജീവിക്കുക. ദൈവത്തെ ഓർത്ത് എന്നെ ഛർദ്ദിപ്പിക്കണം. അപ്പോൾ പാർട്ടിയൊന്നുമില്ലാതെ PC ഒറ്റയ്ക്കിറങ്ങിയാൽ സമരത്തിന്റെ ഗതി എന്താവും? യു കം ആൻഡ് സീ, ഡോണ്ട് വറി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരമായിരിക്കും, ആയിരക്കണക്കിന്. ധൈര്യമായിട്ടിരുന്നു. PC-യുടെ സമരം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ റെയിൽപാളത്തിൽ ആളുകൾ കയറുന്നത് മോദിജി നിരോധിച്ചില്ലെങ്കിൽ 17-ാം തീയതി കാണാം കളി. മോദിജിയല്ലേ, എന്താണ് എപ്പോഴാണ് നിരോധിക്കുക എന്ന് പറയാനാവില്ലല്ലോ. ഏതായാലും പൊളിമിക്സ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.